ക്ലീറ്റോ ഞാൻ ഒരാളെ നോക്കി ഒന്ന് ഏണി പിടിച്ചേടി. ഇത് കെട്ടണ്ട ക്ലീറ്റോ, ഇത് കെട്ടണ്ടേ. പിന്നെന്ത് ചെയ്യാന്? നാണാവും ക്ലീറ്റോ ആരെങ്കിലും കണ്ടാല്. നാണിക്കാനേ ഇത് തുണി ഉടുക്കാതെ ഒന്നുമല്ല, നല്ലതാണ്ട പറഞ്ഞ കടലാസ് വെച്ച് പൊതിഞ്ഞ് നല്ല ഉഗ്ര സ്റ്റാറാ. 1-2 രൂപയല്ല, 110 രൂപ ചോദിച്ചിട്ട് 100 രൂപയ്ക്ക് ഞാൻ ഒതുക്കി മേടിച്ചതാണ്. ദൈവം തമ്പുരാനെ, ഈ ഇച്ചിരി പോലാത്ത നക്ഷത്രത്തിന് 110 രൂപയോ? ക്ലീറ്റോ ചെല്ലുമ്പോ ആൾക്കാർ പറ്റിക്കാനിരിക്കാണ് ക്ലീറ്റോ. ആണോ? നിനക്കിത് അങ്ങോട്ട് സഹിക്കണില്ലെങ്കിൽ വൈകുന്നേരം വരെ നീ ഒന്ന് ക്ഷമിക്കോ. ഞാൻ മേളിൽ പോയി ഇരുട്ടുമ്പോൾ ഒരു സ്റ്റാറിനെ അവിടെ നടത്തിയെടുത്ത് ഇനി കൊണ്ടുവരാം. ഞാൻ പോയാ കിട്ടിയനല്ലോ ക്ലീറ്റോ, ഇതിലും നല്ല നക്ഷത്രം. കിട്ടും ഇപ്പം അവിടെ വെച്ചേക്കുന്നു. ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് ഇറങ്ങുമ്പോ നീ ഇങ്ങോട്ട് നോക്കല്ല, ഈ ഒരു ഭാഗത്തേക്ക് നോക്കണ്ട. പ്രശ്നം തീർന്നല്ലോ, അത്ര നാണക്കേടാണെങ്കിൽ. എനിക്ക് ചിരി വരും, അത് കാണൂല, കണ്ണിൽ കരട് പോലെ കിടക്കണ ക്ലീറ്റോ. ആണേ, അത് പകലല്ല, ഇത് രാത്രിയാണ് അതിന്റെ ഭംഗി. നീ ഏണി പിടിക്കും, നേരെ പിടിക്കടി അങ്ങോട്ട്. ക്ലീറ്റോ വരയ്ക്കണതല്ല, അത് ഏണി വരയ്ക്കണം. അവനെ ഞാൻ വരയ്ക്കണം, ഏണി നേരെ പിടിച്ചാൽ മതി. ദൈവമേ, അത് ആ ഓടിന്റെ ഇടയിൽ പോയാ കാണില്ല. ഇവിടെ തങ്കം നീ ഏണി പിടി. നീ അതെ പെട്ടെന്ന് നല്ല ഗമയില്. ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സ്റ്റാർ ഇതിലും വലുതിരുന്നു, പക്ഷെ വലുതിലല്ലല്ലോ കാര്യം, ഉള്ളത് നല്ല ഗംഭീരമായിട്ടിരിക്കണം. അതാണ് എൻ്റെ വീട്ടിൽ നമ്മൾ സ്റ്റാർ ഇട്ട് ആ നീ പിടിക്ക്. എന്റെ ക്ലീറ്റോ എന്തോന്ന് കാണിക്കുന്നു. അങ്ങനെയുണ്ട്, സൂപ്പറായില്ലേ? എന്താ ഗമയെ നോക്കണേ. പിന്നെ ഭയങ്കര ഗമയാ. എന്നാ വേറൊരു കളർ മേടിക്കായിരുന്നില്ലേ? പിന്നെ അത് ലൈറ്റ് കത്തുമ്പോൾ വേറെ കളർ ആയിക്കോളൂ. നിനക്ക് ഇല്ലെങ്കിൽ ഒന്നിനും തൃപ്തി ഇല്ല എന്നുള്ളതാ. എന്റെ മക്കളി മോള് പറയട്ടെ, എങ്ങനെയുണ്ട് മക്കളെ? സൂപ്പർ സ്റ്റാർ. അതാണ് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി. അതെ, ഇത് കണ്ടിട്ട് നിന്റെ അമ്മയ്ക്ക് നാണക്കേട് പോലും. എന്തിന്? നല്ല സ്റ്റാർ. പിന്നെ നീ നല്ലത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഓ ബൾബിട്ടാ? ബൾബൊക്കെ ഇട്ട് ഒന്ന് കത്തിച്ചേ മക്കളെ. ഇത് രാത്രി ആവുമ്പോഴാണ് ഇത് കത്തിച്ചാൽ അതിന്റെ ഭംഗി അറിയാൻ പറ്റും. പ്ലീസ്. നീ ദൈവം ഇത് നോക്കണ്ട, പോയി ബൾബ് കത്തിക്കടി. പോ. അച്ചോടാ, ഇതാടാ. എടി ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണാണല്ലോ, നിന്നടിച്ചു വരുന്നടി. ഇന്ന് വന്നില്ലല്ലോ അങ്ങോട്ട്. സ്റ്റാർ ഇഷ്ടപ്പെട്ട? സ്റ്റാർ വേണം? ഇവിടെ ആരെ ഇഷ്ടം നോക്കി ഇനി വേറെ വാങ്ങാനൊന്നും പറ്റില്ല. ഇത് എവിടെ പറ്റൂ, പോയി ആ ബൾബ് അങ്ങോട്ട് കത്തിക്കും. ചുമ്മാ ബൾബ് കത്തിച്ചിട്ട് പോയി ഉടുപ്പ് മാറിയത്. എന്നാ കത്തിക്കണ കാണുപോ. ഇത് ഏതാ സ്വിച്ച്? അയ്യോ, എത്ര വർഷമായി ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് വീട്ടിലെ സ്വിച്ച് അറിഞ്ഞൂടാ. കത്തിയോ കത്തിയോ കത്തിയോന്ന്? ഇല്ല. ഇപ്പൊ കത്തി. ഇപ്പോഴാണ് എന്റെ ഭംഗി. രാത്രി ആവുമ്പോ ഇതിനൊന്ന് നോക്കണം. എന്ത് കൊച്ചെന്തേ പോയോ? അവള് പോയി. എന്തൊരു ഭംഗിയാണ്. നല്ല രസമുണ്ട്. ഒന്ന് കയറി പോവൂ. ഞങ്ങളെ സ്റ്റാറിന് ഇത്രയും ഭംഗി മതി കേട്ടാ. ഞങ്ങൾ മറ്റേ ഹവീൽദാരുടെ കുടുംബത്തിലുള്ളതല്ല, പാവങ്ങളാ. എന്നായാലും ഒരു 100 രൂപയ്ക്ക് നല്ല നക്ഷത്രം. 100 രൂപയ്ക്ക് ഞങ്ങൾ ഇതിൽ തൃപ്തരാണ്. നിനക്കിത് മതിയല്ല? ഓ എനിക്ക് മതി. അമ്മേ എന്തോ സൂത്രം? എന്ത് സൂത്രം? അതൊക്കെയാണ്. വാ. അയ്യോ, അമ്മയ്ക്ക് ഇവിടെ ഒത്തിരി പണിയുണ്ട്. പിന്നെ വരാം. എന്താ കാര്യം? അന്ന് ഇച്ചിരി വെട്ടമുള്ള ബൾബിട് ക്ലീറ്റ് ചെയ്തപ്പോ വെട്ടം കാണണല്ലോ അതിന്റെ ഉള്ളിൽ കൂടി. ഈ ഒരു കാര്യം ചെയ്യും, ടോർച്ച് അടിച്ച് നോക്കിയാൽ മതി. സത്യത്തിൽ ഇത് വീട്ടിൽ തൂക്കണതല്ല ക്ലീറ്റോ, ഇത് മരമൊക്കെ അലങ്കരിക്കാൻ വേണ്ടിട്ട് തൂക്കണതാ. ആണോ? ഞാനേ നല്ലൊരു മരം തപ്പിക്കൊണ്ടിരിക്കുക, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് അതിലോട്ടങ്ങ് കെട്ടാം. കളിയാക്കിക്കോ. എന്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നപ്പോ ഇതേപോലത്തെ കുഞ്ഞു സ്റ്റാറുകൾ ഞങ്ങൾ വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്നിട്ട് അതാ മരത്തിൽ ഞങ്ങളുടെ മാവിലൊക്കെ തൂക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ സ്റ്റാർ ഇങ്ങനെ മാനത്തുനിന്ന് പൊട്ടി താഴെ വീഴുമല്ലേ. എന്തെങ്കിലും പറഞ്ഞ ഉടനെ അങ്ങ് അതിനെ കളിയാക്കിക്കോളണം കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ കടകളിൽ കയറിയിട്ട് ഹവീൽദാരുടെ പേര് പറ, സ്റ്റാർ ഫ്രീ ആയിട്ട് തരും. മായിൻ, എന്നിട്ട് നമുക്ക് ഇവിടെ ഒക്കെ കെട്ടാം. ഇത് നിന്റെ ആങ്ങളെ വാങ്ങിച്ചോണ്ടെങ്കിൽ നീ ഒരു എളുപ്പവും ഇല്ലാതെ ഒരു കുഴപ്പം പറയില്ല. ആങ്ങളെ ഇങ്ങനെ മന്ദബുദ്ധി തരം കാണിക്കും. അയ്യോ, സ്റ്റാർ ഒക്കെ ഇട്ടാ? ക്രിസ്മസ് എത്തിയല്ലേ? ഇനി സ്റ്റാർ ആയിട്ട് ഒരു കുറവ് വേണ്ടാന്ന് വെച്ചിട്ട് സ്റ്റാറും വാങ്ങിച്ച് കെട്ടി, ബാക്കി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. ഭയങ്കര സ്റ്റാറാണല്ലോ. ചേട്ടാ, ആ സ്റ്റാർ ഇങ്ങോട്ട് നീക്കിയിട്. അപ്പൊ പിന്നെ മോക്ക് സ്റ്റാർ ഇടണോന്ന്. അപ്പൊ അത് ഇങ്ങോട്ട് നീക്കിയിട്ടാ 2 കൂട്ടർക്കും ആവുമല്ലോ. ഇതേ ഇപ്പൊ തന്നെ ഞാൻ ഒരു പരുവത്തിലാണ് ഇത് കയറി കെട്ടത്. നിനക്ക് നീ അങ്ങനെ
കൊതിയാവണമെങ്കിൽ ഏണി ഇരിപ്പുണ്ട്, അവിടെ ഇവിടെ എവിടെന്ന് വെച്ചാൽ കിട്ടിക്കോ. നിനക്ക് എന്തേ പെണ്ണെ വട്ടുണ്ടോ ഈ സ്റ്റാർ എടുത്ത് അങ്ങോട്ട് ഇടാൻ? നാട്ടുകാർ കണ്ട കളിയാക്കും. തങ്കം, അതെ, ഇതിപ്പോൾ എനിക്ക് പറ്റണ രൂപയ്ക്കുള്ള സ്റ്റാറാണ് ഞാൻ വാങ്ങിച്ചത്. ഇന്ന് നിനക്ക് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നീ 10,000-2000 രൂപ താ, ഞാൻ ഇവിടെ എല്ലാം സ്റ്റാർ വാങ്ങിച്ചങ്ങ് തൂക്കാം. മോള് വിഷമിക്കണ്ട കേട്ടാ. അച്ഛൻ വരുമ്പോഴേ നമുക്കൊരു വലിയ സ്റ്റാർ മേടിച്ചിട്ട് ഇവിടെ തൂക്കാം കേട്ടാ. സമ്പാദിച്ചു കൂട്ടല്ലേ ഇഷ്ടം പോലെ, എന്തിനോ ഒക്കെ വേണ്ടിയിട്ട് പറഞ്ഞാൽ മതി. നല്ലൊരെണ്ണം വാങ്ങിച്ച് അവിടെ കെട്ടായി. ഇച്ചിരി ദുഷ്ടത്തരം കൂടുണ്ട്. ഞാൻ ദുഷ്ടനാണ്. ഈ ഒരു നക്ഷത്രം കൂടെ ചുവന്നുകൊണ്ട് വന്ന നേരത്തിന് 2 മേടിക്കായിരുന്നില്ലേ? ഞാനേ എന്റെ കൊച്ചിനെ കാണാൻ വേണ്ടി മേടിച്ചാണ്, അല്ലാതെ നാട്ടുകാരെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും. നിങ്ങളുടെ കൊച്ചിനെ പോലെ തന്നെയുള്ളൊരു കൊച്ചപ്പുറത്തുള്ളൂ. അത് നിങ്ങൾക്ക്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. വേണമെങ്കിൽ ഈ ഔദാര്യത്തിൽ വേണമെങ്കിൽ ഒന്ന് കണ്ടോട്ടെ. അയ്യോ, ഔദാര്യത്തിൽ കാണേണ്ട കാര്യമൊന്നുമില്ല അതിന്. അതിന് അതിന്റെ അച്ഛനും അമ്മയുണ്ട് അവിടെ. ഉണ്ടെങ്കിൽ മേടിച്ചു കൊടുക്കട്ടെ. ഒന്ന് നീക്കിയിടാൻ പറഞ്ഞപ്പോ എന്തായിരുന്നു നിനക്ക് അത്ര അങ്ങോട്ട് സഹിക്കണമെങ്കിൽ ഇത് ഏണി നീ അവിടെ എവിടെ എന്ന് വെച്ചാൽ കയറി കെട്ടിട്ടു. എല്ലാ വീട്ടിലും പെണ്ണുങ്ങൾ ഏണി പുറത്ത് കയറുന്നത്. പെണ്ണുങ്ങൾ ഏണി കയറിയാ ഏണി വിഴുങ്ങോ? ഇല്ലല്ലോ. അല്ലെ തന്നെ നിങ്ങളൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ സ്ത്രീ സമത്വം എന്ന് പറഞ്ഞ് ചാടുകല്ലേ. ഒരു ഏണി കയറാൻ പറ്റാത്ത അവളുമാരാണ് സ്ത്രീ സമത്വം എന്ന് പറഞ്ഞ് നടക്കുന്നത്. നിങ്ങളോടൊക്കെ മറുപടി പറയാൻ എന്നെ വേണം. ആദ്യം നിന്റെ നാവ് വെച്ചോണ്ട് മര്യാദയ്ക്ക് എന്റെ വിധം മാറ്റരുത്. എന്താ നേരത്തെ പറഞ്ഞാലേ അവന്റെ പേര് പറഞ്ഞ സാർ കയറിപ്പൊടി. അത് വന്നു വന്നിനി എന്റെ അച്ഛനെ പറഞ്ഞോടി. നീ ആ മനുഷ്യനെ ബോധമില്ല. ഓ, ഭയങ്കര തമാശക്കാരി. തങ്കം, 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 ഏയ് തങ്കം, 7 മീൻ 8 മീൻ പോയി. 9 മീൻ തങ്കം, തങ്കം, അമ്മ അവിടെ എന്താ ഒരു മിനിറ്റ് തൊട്ടുവെക്ക് തൊട്ടുവെക്ക് സ്റ്റാളിൽ തൊട്ടുവെക്ക്. മക്കൾ തക്കിൽ കേട്ടാ തക്കിൽ തൊട്ടേ. സൂപ്പർ, അടിപൊളിയടാ, നല്ല മോഡലല്ലേ. അതെ, എന്നോട് ചോദിക്കാതെ ഇനി മേലാൽ എന്റെ ഏണി എടുക്കരുത് കേട്ടോ. അല്ല ഏണിയില്ലെങ്കിൽ സ്റ്റാർ കിട്ടാൻ പറ്റും അല്ലയാ. ഒരു KCB ഉദ്യോഗസ്ഥനെ 2 സ്റ്റാർ കിട്ടുന്ന വലിയ കാര്യമൊന്നുമല്ല കേട്ടാ. പക്ഷെ KCB ഉദ്യോഗസ്ഥന് ഏണി കിട്ടാൻ പാടാണല്ലോ. എന്തിന് എന്തിന്? വേറെ കാര്യമുണ്ട്, ജോലിയും കൂലിയും ഇല്ലാത്തവനെ ഒന്നും കേട്ടാൻ പറ്റൂല. കൂടുതൽ നീ വഴപ്പടിക്കല്ലേ കേട്ടാമ്പിളി. അല്ല അത് കത്തിയില്ല അല്ലയാ. ഒരു സാധനം കത്തിയിട്ടുണ്ടല്ലോ ചെറുത്, കത്തുന്നുണ്ട്. മിന്നാമിനിങ്ങനെ പോലെ ഉണ്ടല്ലേ അല്ലേ. അത് എവിടെ നിന്ന് കിട്ടിയടാ നിനക്കിത്? എനിക്ക് മാനത്തുനിന്ന് പൊട്ടി കഴിഞ്ഞ് വീണടേ. സത്യം പറ, മറ്റേ ഷുഗർ ആക്രിക്കടക്കാരൻ വാങ്ങിച്ചോണ്ടെന്നല്ലേ. ഇത് 100 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. 100 രൂപ ഇത് 10 എണ്ണം കിട്ടോ 100 രൂപയ്ക്ക്? ഇതല്ലേ മകളെ ഇഷ്ടപ്പെട്ടാ? എനിക്ക് അതാ ഇഷ്ടം. അയ്യോ, ആ സ്റ്റാറിനെ നിങ്ങൾ ആരും ഇഷ്ടപ്പെടില്ല, ആരും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് പിണങ്ങി പോയൊന്നുമില്ല കേട്ടാ. എന്തിനടാ ക്രിസ്ത്യാനികളെ പേരൂടെ ഇല്ലാതാക്കാൻ പറ്റിയ ഉണക്ക സ്റ്റാർ കൊണ്ടുവന്നിട്ട്? നീ ആവശ്യമില്ലാതെ കുടുംബകാര്യത്തിൽ ഇടപെടല്ലേ കേട്ടോ. ഒരു സ്റ്റാറിലാടാ കുടുംബകാര്യം. സ്റ്റാറിനെ കുറിച്ച് നിനക്ക് എന്തറിയാടാ? നിനക്കറിയാമോ, പാലായിൽ ഏറ്റവും വലിയ സ്റ്റാർ ഇട്ടിരുന്ന വീട് എന്റെ വീടാ. വീട്ടിൽ മേലല്ലേ സൂര്യൻ അല്ലടാ ചന്ദ്രൻ. പാലായിലെ ഏറ്റവും വലിയ തള്ളുകാരൻ നീ എന്ന് പറയാൻ നമ്മൾ വിശ്വസിക്കും. നീ നിന്റെ കാര്യം നോക്കി പോടാ. ആവശ്യമില്ല ചിരിക്കാൻ കുറെ ആണോ? ഇഷ്ടപ്പെട്ടല്ല. ഓക്കെ മക്കളെ പോയിട്ടാ. ശരി. രാത്രി ഞാനേ ഇതിനെ കെട്ടിപ്പിടിച്ചേർന്ന് ഉറങ്ങാൻ പോണു. എന്ത് ഭ്രാന്ത് കാണിക്കുന്നത്? വീട്ടിനകത്തോട്ട് കയറേണ്ട ആണി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് ഏവനാണോ എടുത്തത് അവൻ ഇത് എടുത്തെടുത്ത് കൊണ്ട് വെച്ചോണം. എടുക്കാം, എന്റെ ഏണി അവന് കിട്ടിയോ. വേണ്ടടി, നീ ഇറങ്ങണ്ട, അവിടെ താമസമാക്കിക്കോ. കുറച്ച് സമാധാനം കിട്ടട്ടെ എനിക്ക്. തള്ളേ മോളും കൂടെ അവിടെ നിന്നോ. അങ്ങനെ വെറുതെ ഇളക്ക്. നീ എന്ത് കാര്യത്തിലാണ് ക്ലീറ്റോനെ കാണുമ്പോ ഇങ്ങനെ പറയണത്? ക്രിസ്മസ് അല്ലേ, ഒരു സുഖം വേണ്ടേ? 5-6 പടക്കം മേടിച്ച് പൊട്ടിക്ക്. ക്രിസ്മസ് ആണെങ്കിൽ മനുഷ്യന്റെ സമാധാനം കളയാൻ.
നീ ആണ്ട് ഞാൻ ഇറങ്ങിപ്പോ. അത് കൊള്ളാം. ഇറങ്ങി നോക്കട്ടെ. ഉരുണ്ട് പോരുത്. വേണ്ട. ഇതേ നിന്റെ കൊച്ചിറങ്ങാൻ വഴിയുണ്ട് അവിടെ കേറി വന്നിട്ട് ചോറെടുത്താടി. അയ്യോ അമ്മ ഞാൻ പിന്നെ വന്നാ മതിയോ? വരണ്ടടി, നീ അവിടെ നിന്നോ. വേണ്ട ഞാൻ വരാം. മക്കളെ ചെല്ലേ. നീ എന്നെ പുറത്താക്കും. ഏണി നാളെ രാവിലെ അടുത്തേക്ക് കളയാ. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അല്ലയാ കഥവ് തല്ലി പൊളിക്കല്ലേ, ഞാൻ തന്നെ ശരിയാക്കേണ്ടി വരും. അൻസാറേ, എന്നെ ദേഷ്യം പിടിപ്പിച്ച എനിക്ക് പിന്നെ പ്രാന്താണ്. കൂടുതൽ കളിച്ചോണ്ടല്ലോ നമ്മുടെ പഞ്ചായത്ത് മുഴുവനും ഞാൻ സ്റ്റാർ ഇട്ട് ഞെട്ടിക്കും. പിന്നെ അല്ല, ഒരുത്തൻ പണ്ട് പാലയിൽ പള്ളിയിൽ ഇതുപോലെ എന്നെ വെല്ലുവിളിച്ചു. അന്ന് ഞാൻ പാലാ ടൗൺ മുഴുവനും സ്റ്റാർ ഇട്ട് ഞെട്ടിച്ചില്ലേ. പിന്നെ ആരെ കാണുന്നില്ലല്ലോ. എവിടെയെങ്കിലും കറണ്ട് കണക്ഷൻ കൊടുത്തിട്ട് തെണ്ടാൻ പോയിട്ടുണ്ടാവും. ഇന്നെന്തായാലും അറിയാവും, വരുമ്പോ ഞെട്ടും. എടാ ഞെട്ടിക്കും. അത് തന്നെ, ഞങ്ങൾക്കറിയാം. നീ നടക്ക്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അൻസാറേ, ഈ വിലക്ക് നമ്മളായോട് തന്നാണ്. ഇല്ലെങ്കിൽ അവൻ തരൂല. കൊള്ളാം, ജോജോ അല്ലേ ആള്. ഇതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് ഇവിടെ ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് ക്ലീറ്റോവറും പോങ്ങനാണെന്ന്. അല്ല അത് സത്യമല്ലേ? എന്നോട് ഒന്നും ചോദിച്ചില്ല. പോയി ഏണി എടുത്തോണ്ടാ. 5 സ്റ്റാർ. ഇതെന്തിനാന്ന് ഇത്രയും? ഇത് പുഴുങ്ങി തിന്നെ. എന്റെ മോക്ക് ഇഷ്ടമുള്ള എവിടെയെന്ന് വെച്ചാൽ അവിടെ കെട്ടിത്തരണ്ട അടി. ഇത് നടുക്ക്. പിന്നെന്ത്, ഇനി ബാക്കിയുള്ളതൊക്കെ എവിടെ കെട്ടണം? ബാക്കി ഞാൻ പറഞ്ഞുതരാം. സൂപ്പർ. ഇത് സൂപ്പർ. ഇത് ഉഗ്ര സാധനം കേട്ടോ. അതാണ്ട് ചെറുതാണോ? അല്ല, ഇത് എന്തിനാ ഇത് ഇത്രയും സ്റ്റാർ മേടിച്ചേക്കണേന്ന് ഒരെണ്ണം വലുതൊരെണ്ണം കൊണ്ട് തൂക്കിയായിരുന്നല്ലോ. ഇപ്പൊ എന്താ അത് പോരാതെ വന്നോ? ഒരു വീട്ടിൽ ഒരു സ്റ്റാറേ കെട്ടാവുന്ന ആരും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ വല്ലതും ഉണ്ടോ? അയ്യോ, സഹിക്കുന്നില്ല അവൾക്ക്. തകളിമോളെ, ഇതെല്ലാം കൂടെ നമ്മളിവിടെ കെട്ടിയിടുമ്പോ ഈ സ്റ്റാറൊക്കെ കൂടെ വട്ടത്തിലൊരു ഓട്ടം ഉണ്ട്. അത് കാണാൻ നമ്മളൊരു ഓട്ടം ഉണ്ട്. ഓടി നീ നിന്റെ ആങ്ങളെ. പിന്നെ എന്റെ ആങ്ങളൊക്കെ എന്താന്ന് അറിഞ്ഞില്ല ഈ 4 നക്ഷത്രം കണ്ടു കഴിഞ്ഞാ. അവിടെ നല്ല അന്തസ്സായിട്ട് നല്ലൊരെണ്ണം നോക്കിയിട്ടുണ്ട്. ഒരെണ്ണം മതിയല്ലോ, ഒരെണ്ണം മതിയല്ലോ. ഇതും കൂടെ കെട്ടുമ്പോ നീ നോക്കിക്കോടി. ഇവിടെ അവനോടുള്ള അസൂയ കൊണ്ടല്ലേ ഇത് പോരാഞ്ഞിട്ട് ഇപ്പൊ 4-5 കൊണ്ട് ആണെന്ന് നീ വെച്ചോ. എനിക്ക് അസൂയ ഉണ്ട് അവനെടുത്ത്. അങ്ങ് സമ്മതിച്ചാ മതി. ഈ ആണിയിൽ അവനെ എവിടെയെങ്കിലും കൊണ്ട് തറച്ചു വെക്കോ. ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കി വിടാവന. എന്റെ ഭൂലോക ദുരന്തമേ, തോൽവി. അതിലെടുത്ത് അവിടെ കൊച്ചിന്റെ കാലിക്കുള്ള എടുത്ത് കളടാ. അങ്ങോട്ട് കൊണ്ട് കളാം. നമുക്ക് എവിടെ കയറണം മോള് പറഞ്ഞോ. ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ നടുക്ക്. പിന്നെ ഇതതിന്റെ അപ്പുറം. സ്റ്റാറിനെ നടുക്കിട്ടിട്ട് അതിനെ ഇപ്പുറം ഇട്ട കുറെ കൂടെ ഭംഗിയായിരുന്നു തോന്നുന്നു. വേണ്ട, ഇത് തന്നെ മതി നടുക്ക്. മതി മക്കളെ, അത് മതി. ഈ പറഞ്ഞ പിന്നെ അതിലപ്പുറം അപ്പീലൊന്നും ഇല്ല. അവളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അപ്പൊ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് കത്തിക്കാം. സ്വിച്ച് പോയാത്ത് ഞാനോ? പറ്റൂല. സ്വിച്ച് ഇടുമ്പോ എനിക്കിത് കാണണം. ഫസ്റ്റ് സ്വിച്ച് ഇടുമ്പോ എനിക്ക് കാണണം. റെഡി, 1 2. കണ്ടാ സ്വിച്ച് കണ്ടാ? സ്വിച്ച് കണ്ടു. കണ്ടു. 1 2 3 ഇട്ടോ. കത്തിക്കോ. കത്തിക്കേ. ഇട്ടു. സ്വിച്ച് ഇട്ടു. കത്തിയില്ല. ഇട്ടിട്ട് കത്തണല്ലോ താഴെയാ. ഡാഡി കത്തിയാ. വാതിലിന്റെ ബാക്കിലുള്ള സ്വിച്ച് ഇത് എന്റെ കാശ്, ഇത് എന്റെ വീട്, എന്റെ വീടിന്റെ ഉത്തരത്തിൽ കിടക്കുന്ന സ്റ്റാർ. അവന് ഇതിന്റെ ജോലിയോ? കണക്ട് ചെയ്തത് ഈ ഹോൾഡറിന്റെ പ്രശ്നം വെച്ചില്ലേ? ആണെന്ന് കൂട്ടിക്കോ, ആണെന്ന് കൂട്ടിക്കോ. എനിക്ക് വാശിയാടാ, എല്ലാ കാര്യത്തിലും വാശിയാണ്.
ബാക്കി കൊണ്ടുവാ. ഒരു 7 പറഞ്ഞിട്ടുണ്ട്. വേണ്ട ഞാൻ വാശി പിടിച്ചാണ്ടല്ലോ ആ ഈ പഞ്ചായത്ത് മുഴുവനും ഞാൻ സ്റ്റാർ ഇട്ടോളാം. ആദ്യം ഉള്ളത് കത്തിക്കും. അത് എനിക്കറിയാം കത്തിക്കാൻ. ചായ വല്ല വേണം? തൽക്കാലം വേണ്ട. ഉപദ്രവിക്കാതിരിക്കണേ. ആ ചുമ്മാതല്ല. ഇത് ആരുടെ ഈ ഹോൾഡർ? ഇത് പിന്നെ എങ്ങനെ കത്തുകൂടാ? കഴുതേ കത്തിക്കാൻ ഒക്കെ എളുപ്പം കത്തിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു കണക്ട് ചെയ്തത്. അല്ലെ എളുപ്പം കത്തിക്കാൻ ഒരു പരിപാടി ഉണ്ടല്ലേ? ഇതെല്ലാം ഒരുമിച്ച് കത്തിക്കാൻ ഒരു പരിപാടി ഉണ്ട്. എല്ലാം അയച്ചെട്. എന്നിട്ട് ആ മാവിന്റെ മുടി കൂടെ കത്തിച്ചാൽ ഒരുമിച്ചിട്ട് കത്തിച്ചാൽ മതി. തമാശക്കാരൻ വളിപ്പടിക്കാം. ഓടാ പോ നിന്റെ ജോലിയൊക്കെ. നീ മറ്റേ ഇലക്ട്രിസിറ്റി പോസ്റ്റിൽ കയറി കത്തിക്കുമ്പോൾ നീ അങ്ങനെ കത്തിച്ചാൽ കത്തിക്കൊന്ന് കാണട്ടെ. അയ്യോ വാടി നീ. ഈ മണ്ണമാമ പ്ലഗ് കുത്താൻ എങ്ങനെ ലൈറ്റ് എത്തുന്നേ? പ്ലഗ് കുത്താൻ മറന്നുപോയി. അളിയ ആകാശത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ അളിയ? എത്ര? Alien versus Alien.